ഹലോ, അപ്പോൾ എല്ലാവരും ചോദിച്ചതുപോലെ വീഡിയോ ക്രിയേഷൻസിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞായിരുന്നു എങ്ങനെ ചെയ്യണമെന്നുള്ളത്. വീഡിയോ ക്രിയേഷൻസിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞായിരുന്നു എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇതിപ്പോൾ ഒരു സൈഡ് സ്ക്രീൻ കാണിച്ചു തരാൻ പറ്റില്ല, ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇമേജൊക്കെ തന്നെ ഞാൻ ചാറ്റ് GPT വഴി പ്രോംപ്റ്റ് കൊടുത്ത് ജനറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ചാറ്റ് GPT ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരുമില്ല. അപ്പം പ്രൊഫഷണലി അല്ലെങ്കിലും ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. ചാറ്റ് GPT ഓപ്പൺ ആക്കിയിട്ട് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ചെയ്യുന്ന ഷോർട്സിൻ്റെ ക്യാരക്ടർ എങ്ങനെ ഇരിക്കണം, ഏജും എന്ത് ഡ്രസ്സ് സ്റ്റൈലാണേലും ഏത് വില്ലേജ് സ്റ്റൈലാണോ അല്ലാത്ത സ്റ്റൈലാണോ ഒക്കെ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ കൂടുതലും ഈ ഗ്രാൻഡ് മദറെ അല്ലെങ്കിൽ ഡോക്ടർ അങ്ങനത്തെ ഫാമിലി ആയിട്ടുള്ള ഷോർട്സൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഗ്രാൻഡ് മദറിന് കൊടുക്കുക, പിന്നെ ഗ്രാൻഡ് മദറിൻ്റെ ഏജ് ഒരു ഉദ്ദേശം കൊടുക്കുക, പിന്നെ ഡ്രസ്സ്, പിന്നെ എപ്പോഴും കേരള വില്ലേജ് സ്റ്റൈലാണ് ഞാൻ നോക്കുന്നത്. അതനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇംഗ്ലീഷ് വേണമെന്നുള്ളവർക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഹിൻസ് ഇങ്ങനെ കൊടുത്താൽ മതി. അത് നമ്മൾ ലാസ്റ്റ് റേഷ്യോ ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു ഇമേജ് പ്രോംപ്റ്റ് ജനറേഷനായിട്ട് തന്നെ ചാറ്റ് GPT നമുക്ക് തരും. അതിവിടെ കാണിക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആസ്പെക്ട് റേഷ്യോ കൊടുക്കണം. ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 9:16 ആണ് ആ റേഷ്യോ വരുന്നത് ഷോർട്സിൻ്റെ. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ റേഷ്യോയിൽ തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്താലേ നമുക്ക് ആ സ്ക്രീനിൽ കറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഇതാണ് ഇമേജ് പ്രോംപ്റ്റ് ജനറേഷനാണ്. ഇത് കറക്റ്റായാൽ നമുക്ക് വീഡിയോയുടെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ഇതുപോലെ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ സിമ്പിളാണെന്ന് ഓർക്കും, പക്ഷേ ഇമേജ് കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മളതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നല്ലൊരു പ്രോംപ്റ്റ് കിട്ടിയാലേ നല്ല ഇമേജ് കിട്ടത്തുള്ളൂ ആ സൈസിൽ. അപ്പോൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ആസ്പെക്ട് റേഷ്യോ ഓഫ് 9:16 എന്ന് വേണം കൊടുക്കാൻ. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ഇമേജ് പ്രോംപ്റ്റ് എന്ന് കൊടുക്കുക ഈ റേഷ്യോ അനുസരിച്ചുള്ള. അപ്പോൾ ഈ ചാറ്റ് GPT തന്നെ നമ്മുടെ അത് നല്ലൊരു ഇംഗ്ലീഷിൽ തന്നെ അതാക്കി നമുക്ക് തരുന്നതാണ്. അതിൻ്റെ ഇമേജ് പ്രോംപ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഈ പ്രോംപ്റ്റ് നമ്മൾ അതേപടി എടുത്ത് കോപ്പി ചെയ്യുക. ജെമിനിയിൽ നാനോ ബനാന അവിടെ പേസ്റ്റ് ചെയ്ത് ആ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ റിസൾട്ട് കറക്റ്റ് കിട്ടും. അപ്പോൾ നമ്മളുടെ ഇമേജ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ സൈഡിൽ നിന്ന് സേവ് ഓപ്ഷൻ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇതുപോലെ നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന ഫോട്ടോസൊക്കെ എൻ്റെ ഷോർട്സിൽ ഉപയോഗിച്ചാണ്. ഇതൊക്കെ ഇങ്ങനെ ജനറേറ്റ് ചെയ്താണ്. അപ്പം നമ്മുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ കൊടുക്കുക. ഇംഗ്ലീഷ് തന്നെ വേണമെന്നില്ല, നമ്മളുടെ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പ്രോംപ്റ്റ് കിട്ടും. അങ്ങനെ ഇതുപോലെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൗട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, അഭിപ്രായമെല്ലാം അറിയിക്കുക.